വി ആർ ദ ബ്ലെസ്ഡ് വൺ. കാരണം ഞങ്ങൾ ട്രാൻസിഷൻ പീരീഡിലുള്ളവരാണ്. ഒരു പീരീഡിൽ നിന്ന് മറ്റേ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്ന ഈ ട്രാൻസിഷനെ രണ്ട് വശത്തെയും നമ്മൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവുകയാണ്. അവിടെ വേൾഡ് സിനിമകൾ കാണാൻ സാധിക്കുന്നു, ഇൻ്റർനാഷണൽ സിനിമകൾ കാണാൻ സാധിക്കുന്നു. അത് എൻ്റെ വേറൊരു ലോകത്തേക്കുള്ളൊരു ഒരു തുറക്കലായിരുന്നു ശരിക്കും. ഞാൻ യഥാർത്ഥത്തിൽ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കളക്ട് ചെയ്തിരുന്നത്. ഐ ഷുഡ് നോ ആക്ച്വലി. എന്നിട്ട് എനിക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിനെയും ഞാൻ നിൽക്കുന്ന ലോകത്തിനെയും ഞാൻ സിനിമയെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടും ആ സമയത്താണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കാൻ തുടങ്ങുന്നതും. ശത്രുഘ്നൻ സിൻഹ, ജയബാദരി, അങ്ങനെയുള്ള ഡാനി, അങ്ങനെ കുറേ പേരുടെ വരവുകളും വന്ന് സിനിമകളിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു വളർച്ച വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രവീന്ദ്രൻ ചേട്ടൻ. അതായത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളും കളർ സിനിമകളും അതിനുശേഷം ഡിജിറ്റൽ സിനിമകളിലേക്ക് വന്ന കാലത്തെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ സിനിമകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് ഫീൽ ചെയ്തത്? കറക്റ്റ് വാട്ട് യു സെഡ്, ഇറ്റ് ഈസ് എ റൈറ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി വി ആർ ദ ബ്ലെസ്ഡ് വൺ. കാരണം ഞങ്ങൾ ട്രാൻസിഷൻ പീരീഡിലുള്ളവരാണ്. ഒരു പീരീഡിൽ നിന്ന് മറ്റേ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്ന ഈ ട്രാൻസിഷനെ രണ്ട് വശത്തെയും നമ്മൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വരാൻ പോകുന്നതിനെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വാട്ട് ഈസ് എ ട്രെൻഡ് എന്നുള്ളത്. അപ്പോൾ യെസ്, ഞാൻ ഇറ്റ് ഈസ് ദർ വർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് ആൻഡ് സ്റ്റുഡിയോ ഫിലിംസ്. സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സ്റ്റുഡിയോ ഫിലിംസുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ABM, അങ്ങനെ ബിഗ് കമ്പനികൾ അങ്ങനെയായിരുന്നു. സ്റ്റുഡിയോ ബേസ്ഡ് ആയിരുന്നു എന്നുള്ളത്. 2C ക്യാമറ, ലൈക്ക് ഞങ്ങൾക്ക് സാധാരണ അന്നത്തെ 2C ഏരി ക്യാമറയൊക്കെ വർക്കിലായിരുന്നൊക്കെ അന്നുണ്ടായിരുന്നത്. മിച്ചൽ ക്യാമറ സ്റ്റുഡിയോയ്ക്കുള്ളിൽ. അങ്ങനെ അതിൽ നിന്ന് മാറി ഇപ്പോൾ വന്നിട്ടുള്ളതിനകത്ത് ഒരുപാട് ടെക്നോളജിക്കലി വന്നിട്ടുള്ളത് അഡ്വാൻസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വന്നിട്ട് നമ്മൾ ഈ സിനിമയിൽ നിൽക്കുന്നതും ഞാൻ സിനിമ പഠിക്കുകയും ഞാൻ സിനിമ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്ന് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം കളക്ട് ചെയ്തിരുന്നത്. ഐ ഷുഡ് നോ ആക്ച്വലി. എന്നിട്ട് എനിക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിനെയും ഞാൻ നിൽക്കുന്ന ലോകത്തിനെയും ഞാൻ സിനിമയെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനൊരു MGR ഫാനായിരുന്നു. MGRൻ്റെ സിനിമകൾ കാണുകയായിരുന്നു കാര്യം. അപ്പോൾ അങ്ങനെ MGR സിനിമകൾ, പിന്നെ ജയശങ്കറിലേക്ക് പോയി CID, ഇടിപ്പടങ്ങൾ കാണുക, അടിപ്പടങ്ങൾ കാണുക, അങ്ങനെയായിരുന്നു. അതിന് ആ സമയത്താണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കാൻ തുടങ്ങുന്നതും. ശത്രുഘ്നൻ സിൻഹ, ജയബാദരി, അങ്ങനെയുള്ള ഡാനി, അങ്ങനെ കുറേ പേരുടെ വരവുകളും വന്ന് സിനിമകളിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെയും വന്നിട്ട് ആർട്ട് ഹൗസ് സിനിമകൾ വരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് വരുന്നു. ഇതിനെ ഭയങ്കരമായിട്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അങ്ങനെയാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യണം. അവിടെ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവുകയാണ്. അവിടെ വേൾഡ് സിനിമകൾ കാണാൻ സാധിക്കുന്നു, ഇൻ്റർനാഷണൽ സിനിമകൾ കാണാൻ സാധിക്കുന്നു. അത് എൻ്റെ വേറൊരു ലോകത്തേക്കുള്ളൊരു ഒരു തുറക്കലായിരുന്നു ശരിക്കും. ആ സമയത്ത് എനിക്ക് ഒരുപാട് മലയാളത്തിലെ തന്നെ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഞാൻ എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു അജയൻ പെരുന്തച്ചൻ, തോപ്പിൽവാസിയുടെ മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോപ്പിൽവാസി ആക്ച്വലി വന്നിട്ട് മലയാള സിനിമയിൽ അല്ലെങ്കിൽ നാടകവേദിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ആചാര്യനാണ്. ഭരതേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭരതേട്ടൻ, അരവിന്ദേട്ടൻ, അരവിന്ദേട്ടൻ, അങ്ങനെ ജോൺ അബ്രഹാം, ഇവരൊക്കെയായിട്ട് പരിചയപ്പെടാനായിട്ട് അജയൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് താമസിച്ചപ്പോൾ ഇവരൊക്കെയുള്ള ബന്ധങ്ങളിലൂടെ എനിക്ക് സാധിക്കുകയും അതിലൂടെ വന്ന് നമ്മൾ ഒരുപാട് കേട്ടറിവും, മനസ്സിലായില്ലേ, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുകയാണ്, നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ വി സീ ദാറ്റ് there is another side of cinema. There is the other type of cinema. സത്യമിത്ര തൊട്ടിട്ടുള്ളതിനകത്ത് ഒരു പാരലൽ സിനിമ എന്ന് നിങ്ങൾ വാട്ട് എവർ യു കോൾ ഇറ്റ്, ആക്ച്വലി ആർട്ട് ഹൗസ് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു സിനിമയുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കാൻ നമുക്ക് വന്നിട്ടുള്ള സാധ്യതകൾ കയറി വരുവാണ്. അത് എന്നെ വന്നിട്ടുള്ളതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ 2 സമയവും വന്നിട്ട് ഡാൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ രീതിയിലേക്കുള്ള മ്യൂസിക്, ഡാൻസ് എൻ്റെ ഭയങ്കര ഹരമായിരുന്നു. അത് ചെറുപ്പം മുതലുള്ള ഈ സിനിമകൾ കാണുമ്പോഴും നമ്മൾ ലൈക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഡാൻസും ലൈക്ക് ബ്ലാക്ക് മാജിക്കും, സന്താന, ലെഡ് സെപ്ലിൻ, ഡീപ് പർപ്പിൾ, അങ്ങനെയുള്ള ബേസിക്കലി ഓൾമോസ്റ്റ് ഹൂ, ബീറ്റിൽസ്, ഇതൊക്കെ വന്നിട്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ വന്ന് ഭയങ്കര ഹരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിതം ബേസിക്കലി എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ മൈൻഡിന്.
ഒരു പക്ഷേ ഞാൻ തൃപ്പൂണിത്തുറക്കാരനായതുകൊണ്ടും എൻ്റെ അയൽവക്കം കലാമണ്ഡലം കൃഷ്ണനാരായണൻ ഞങ്കശാൻകുട്ടി അമ്മയുടെ വീടായതുകൊണ്ട് താളം കേട്ട് കേട്ടാണ് വളർന്നത്. ഉറക്കത്തിൽ രാവിലെ ഒരു ആവുമ്പോൾ തന്നെ നമ്മുടെ പാതി ഉറക്കത്തിൽ തന്നെ ഈ താളം ഇങ്ങനെ കൊട്ടി അവിടെ പ്രാക്ടീസോടെ വന്ന് മുഴുവൻ കേൾക്കാൻ നമുക്ക് സാധ്യമാവുന്നു. അത് നമ്മളിലേക്ക് ലയിക്കണമുണ്ട്. ബേസിക്കലി ഞാൻ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് സന്താനയുടെ ഗ്രൂപ്പാണ് ലൈക്കനോ. അപ്പോൾ അതിൽ കോങ്കോഡ്രമൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി അങ്ങനെ റിതം ബേസ്ഡായിട്ട് നമ്മൾ പെട്ടെന്ന് വരികയും പിന്നെ അതിലേക്ക് മാറി ഈ സോങ്സുകൾ വെസ്റ്റേൺ മ്യൂസിക് എന്നിട്ടുള്ളതിന് റോക്ക് മ്യൂസിക്, മെറ്റൽ റോക്ക്, അങ്ങനെ എല്ലാത്തിലേക്കും നമ്മൾ പിങ്ക് ഫ്ലോയിഡ് ആയിരുന്നു എൻ്റെ പിന്നെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഗ്രൂപ്പ്. അങ്ങനെ അതിലേക്കൊക്കെ വരാനുള്ള സാധ്യതയിലേക്ക് വരുമ്പോഴും MGR സിനിമയും ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് പോയിരുന്നത്. ഞാൻ ഒരു മാറ്റം ഉണ്ടായതാണ്. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴത്തേക്കും കുറോസോവ, ബർഗ്മൻ, ഫെല്ലിനി എന്നൊക്കെ പറയുന്ന മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ കാണുകയും അതിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നത് കേൾക്കുകയും അതിനെ പഠിക്കാനുള്ള ആവശ്യത്തിൽ ഒരുപാട് പുസ്തകങ്ങളെ നോക്കിപ്പോയി വായിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുകയും ചെയ്യുക. കാരണം അതിനു മുമ്പ് എനിക്കത് അറിയില്ലല്ലോ. ദാറ്റ്സ് ഏലിയൻ ടു മീ ആക്ച്വലി. ഇറ്റ്സ് സംതിങ് ടോട്ടലി എ ഡിഫറെൻറ്റ് വേൾഡ് ആക്ച്വലി അതിലേക്ക് വരുന്നത്. സോ ഇതൊരു അത്ഭുത കാണുന്ന പോലെ തന്നെയായിരുന്നു ഞാൻ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതിനെ കണ്ടത്. അതിൻ്റെ ആവേശത്തിലേക്ക് അതിലേക്കാകുകയും അതേസമയം ഞാൻ എൻ്റെ ബേസിക്കായിട്ടുള്ള എൻ്റെ ഇൻസ്റ്റിക്റ്റായിട്ടുള്ള ബേസിക് എന്നിലുള്ള ഡാൻസും മൃദവും ഒക്കെ ആയിട്ട് ഡെയിലി ആയിട്ട് നടക്കണം. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് പടം ഒരു തലേ രാഗം റിലീസാവുന്നു. ഞങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ സാർമാരായിരുന്നു അതിൻ്റെ മെയിൻ ആൾക്കാർ. ഒരു പക്ഷേ ലക്കാട്ടോ, ഞാൻ വളരെ ലക്കി ഫെല്ലോ എന്നറിയാം. കാരണം എനിക്കറിയില്ലായിരുന്നു ഈ സിനിമയിൽ എങ്ങനെ പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് എങ്ങനെ മേടിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത്. പലർക്കും കിട്ടാതെ പോകുന്നത് അതല്ലേ? പലർക്കും ഇപ്പം കൂടെ പഠിച്ചതിൽ പോലും പലരും കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ചവർക്ക് പലർക്കും കിട്ടിയിട്ടില്ല. പലർക്കും വന്നിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച പല സ്റ്റുഡൻസ്. ഞങ്ങൾ 5 പേരെയാണ് ഇന്ത്യയിൽ നിന്ന് ആകെ തിരഞ്ഞെടുത്തത്. അതിൽ ഞാനൊരാളാണ് ആക്ട് ചെയ്തത്. എനിക്ക് മുമ്പുള്ളതിന് ഒരാൾക്ക് മാത്രമാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. അങ്ങനെ സ്റ്റാർഡത്തിലേക്ക് വന്ന ആദ്യത്തെ ആക്ടർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാനായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത് ലക്കായിരുന്നു. ഞാൻ കാരണം ഒരുത്തലേ രാഗം എന്ന് പറഞ്ഞാൽ ഒരു പടം റിലീസാവുകയാണ്. എല്ലാം ന്യൂ ഫെലോസ്, ശങ്കർ, ഞാൻ, ന്യൂ മ്യൂസിക് ഡയറക്ടർ, ന്യൂ ക്യാമറാമാൻ, ഓൾ ആർ ന്യൂ. ഈ ഫിലിം ക്രിയേറ്റിംഗ് എ ബിഗ് ബോക്സ് ഓഫീസ് ഹിറ്റ്. ഒരു വർഷം കൂടി അത് ആ പടം എന്നെ ഓവർനൈറ്റ് സ്റ്റാറാക്കാണ്. അപ്പോൾ സ്റ്റാറുടെ എന്താണെന്നറിയാത്ത ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ്റ് സ്റ്റാർഡത്തിലേക്ക് വീഴുവായിരുന്നു. ലൈക്ക് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ തിയേറ്ററുകളിലേക്ക് പോകേണ്ട വന്നു. ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്ററിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഇൻ എയർ ഓഡിയൻസ് എടുത്തേക്ക് വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഒറ്റ വീക്കിലേക്ക് ഞാൻ തിരിച്ചൊരു ടൂറ് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ പല തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയി തിരിഞ്ഞപ്പോൾ വന്ന ദിവസം ഞാൻ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇവരെവിടെയെന്ന് അന്വേഷിച്ചു. കാരണം ഞാനൊരു പുതിയ പയ്യനാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 8:30 മണി തൊട്ടിട്ട് 11 മണി ആയപ്പോഴത്തേക്കും 16 or 17 പടങ്ങളിലെ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ റേറ്റ് പറയേണ്ടതെന്ന് അറിയില്ല, എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, ഏതെല്ലാം കമ്പനികൾ, എനിക്ക് ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയില്ല. ഓൾ ബിക്കം ദേവർ ഫിലിംസ് ഒക്കെ വന്നിട്ട് പുള്ളി ആദ്യം അടുത്ത പ്രൊഡക്ഷൻ മാനേജറുണ്ട്. അപ്പോൾ ഞാൻ 3rd ഫ്ലോറിലായിരുന്നു. അന്ന് ലിഫ്റ്റ് ഇല്ലാത്തൊരു ബിൽഡിങ്ങാണ്. മൗണ്ട് റോഡിൽ സെൻറ്റർ ഓഫ് ദ മദ്രാസ് സിറ്റിയിലുള്ളതാണ് ആക്ച്വലി. വന്ന് ചെന്നൈയുടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് സിനിമക്കാരും അവിടെ ഉണ്ട്, ഞങ്ങൾ സ്റ്റുഡൻസൊക്കെ. ഇയാൾ കയറി വന്നിട്ട് അറിയാം ഞാനൊരു ആർട്ട് പേഷ്യൻ്റാ, ഞാൻ നിനക്ക് വേണ്ടിയാണ് കയറി വന്നതെന്ന് പറഞ്ഞു. ഞാൻ നോക്കി, എനിക്ക് തന്നെ ഇതൊന്നും മനസ്സിലാവണില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ കണ്ണടച്ചൊക്കെ റേറ്റ് പറയും, അടുത്തത് കുറച്ചും കൂടി കൂടി പറയും. അപ്പോൾ ഓക്കെ എന്ന് പറയും. അങ്ങനെ ഇറ്റ് വാസ് ആക്ച്വലി എഗെയിൻ ഒരു ഫ്ലോട്ടിങ് ആയിരുന്നു. ഐ വാസ് എൻജോയിങ് സ്റ്റാർഡത്തിൻ്റെ ഒരു ലെവലിലേക്ക്. ഞാൻ എൻ്റെ 40 അടിയുടെ കട്ടൗട്ടർ കമലഹാസൻ്റെ കൂടെ ഞാനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നു, ഈക്വൽ റോള്. ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ടുള്ള 40 അടിയുടെ കട്ടൗട്ടർ മൗണ്ട് റോഡിൽ തന്നെ. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് എനിക്ക് കാണാം. അത്ര ഹൈറ്റിലേക്ക് വന്നിട്ടുള്ളതിന് 40 അടി ഹൈറ്റിലേക്ക് വന്ന് വലിയ കട്ടൗട്ടർ മൗണ്ട് റോഡിൽ വെക്കുന്നു, കുറേ ടോക്കാവുന്നു. അങ്ങനെ ഒരു ഓവർനൈറ്റ് സ്റ്റാർഡത്തിലേക്ക് വരികയാണ്. ആ പടം ഡി തിയേറ്റർ സെൻറ്ററിൽ വരെയും 100 days ഓടുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു കഴിഞ്ഞ
കുറേ നാൾ വെക്കേഷനിൽ എല്ലാ വർഷവും വെക്കേഷനിൽ ഒരു 10-30 വർഷത്തോളം ഈ സിനിമകൾ പല സെൻറ്ററിലും വന്നു പോയത്. അതിൽ റെഫറൻസ് പല സിനിമയും സുബ്രഹ്മണ്യപുരത്തിലൊക്കെ ഉണ്ട്. വിടുതല രാഗത്തിന് വിടുതല രാഗം വന്ന് ഒരു മാറ്റം കംപ്ലീറ്റ് ഉണ്ടാക്കി. ഒരു പറ്റം ആൾക്കാർ വന്നിട്ട് തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തുനിന്നും പുതിയ ആൾക്കാർ ചെന്നൈയിലേക്ക് വരുവാണ് ഫിലിം മേക്കറായിട്ട്. അതിനു മുമ്പ് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് നിന്നിരുന്നത്. മനസ്സിലായോ? അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര സംഭവമാണെന്ന്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ടെക്നീഷ്യൻസ് വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർ ഇൻഡസ്ട്രി ഫ്ലഡ് ചെയ്ത. അതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർക്ക് അത്രയധികം എൻട്രി ഉണ്ടായിരുന്നില്ല. ഇവരെങ്ങനെയാണെന്നറിയാം. അപ്പം ദിസ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എ ലെക്ക് ആർ കോയിൻസിഡൻസ് ഓർ ആക്ച്വലി വന്നിട്ട് നിമിത്തം എന്തൊക്കെയോ നമുക്ക് പറയാം ആക്ച്വലി. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ സിനിമയിലേക്ക് എത്തി. അങ്ങനെ അപ്പോൾ എനിക്ക് സിനിമ കുറേ കഴിഞ്ഞപ്പോൾ ആയതുകൊണ്ട് ആക്ച്വലി ഒരു 10-12 വർഷമായപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ഞാൻ ഒരു ദിവസം തന്നെ തെലുങ്കിലും തമിഴും മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം ഒരു സമയത്ത് ഞാൻ അടുത്ത വാരിസ് എന്ന് പറഞ്ഞ സിനിമ രജനീകാന്താൻ്റെ ശ്രീദേവി ആക്ട് ചെയ്യുന്നു. മലയാളത്തിൽ ഹസൻ പ്രൊഡ്യൂസ് ചെയ്ത ഇങ്ങനെ തിമിംഗലാണെന്ന് തോന്നുന്നു അതൊരു പടം അവരുടെ പ്രൊഡക്ഷനിൽ. അതിൻ്റെ പടം ഞാൻ ഒരു ഷോട്ട് ഇവിടെ അഭിനയിച്ച് 8-ാം നമ്പറോ 9-ാം നമ്പർ ഫ്ലോറ് വാഹിനിയിൽ അവർ രണ്ടും വെച്ച് അടുത്ത്. കാരണം 2 പേർക്ക് ഇവരുടെ ഡേറ്റാണ് മലയാളത്തിൽ, അവർക്കും വേണം. അപ്പോൾ ഒരു ഷോട്ട് ഞാൻ ഇവിടെ അഭിനയിച്ചിട്ട് ഞാൻ ആ മേക്കപ്പ് കഴിഞ്ഞ് ഡ്രസ്സ് ഞാൻ നടന്നുകൊണ്ട് ചെയ്തു 9ാമത്തെ ഫ്ലോറിൽ പോയിട്ട്. അപ്പോൾ അവിടെ ശ്രീദേവി രജനീകാന്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അവരിവിടെ അഭിനയിച്ച് ആ സീൻ അഭിനയിച്ചിട്ട് അടുത്ത ഷോട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ശരിക്കും തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഒരു നേരം ഒരു അന്ന് സെക്കൻഡ് സൺഡേ വന്ന് ഹോളിഡേ ആണ്. മദ്രാസ് 100 കിലോമീറ്ററിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ മാസത്തിലൊരിക്കലെങ്കിലും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഇവന്മാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെയും കൂട്ടിക്കൊണ്ട് 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകും. അപ്പം ഞായറാഴ്ചത്തെ എല്ലാ സെക്കൻഡ് സൺഡേയിലും ബാക്കി പെൻഡിങ് ഇരിക്കണവന്മാർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും ഈ ഡേറ്റിന് വേണ്ടിയിട്ട്. അന്ന് നമ്മൾ ശനിയാഴ്ച നൈറ്റ് തന്നെ നമ്മൾ യാത്ര ചെയ്ത് പോയി അപ്പുറത്ത് പോയി നിന്ന് പിറ്റേ ദിവസം യാത്ര ചെയ്ത് അന്ന് നൈറ്റും തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഈ പണി തന്നെയായിരുന്നു. ഐ ഹവ് ഡൺ ഇനഫ് ഫിലിംസ് എൻ്റെ ലൈഫിനകത്തേക്ക്. ഐ തോട്ട് ആക്ച്വലി എനിക്കൊരു ചേഞ്ച് ഡെഫിനറ്റ് വേണമെന്ന് ആഗ്രഹിക്കണം. ഓൺലി വൺ ലൈഫ് വി ഷുഡ് നോ. ബേസിക്കലി ഐ ആം മൈ ഡ്രീം ചേസറാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തും വരുന്ന ലോകത്തിന് ചുറ്റും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്കുണ്ടാകുന്ന ശ്രദ്ധിക്കുന്നു, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നമുക്കതിന് സമയം കിട്ടുന്നില്ലല്ലോ കൂടുതൽ. അതിനോട് കൂടുതൽ പഠിക്കാനും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ടാണ് ഞാനത് പപ്പയുടെ സ്വന്തം അപ്പൂസായപ്പോൾ ഫിലിമങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ അതിനുശേഷമാണ് എനിക്ക് വേൾഡ് ഓഫ് കോൺക്രീറ്റ് USA എന്ന് എനിക്കൊരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കോൺക്രീറ്റ് എല്ലാ സയൻറ്റിസ്റ്റുകളാണ്, ഞാൻ മാത്രമേ ഒരു ആക്ടറുള്ളൂ. അതിൻ്റെ ഓൾ കേരള ചാപ്റ്ററിൻ്റെ കൺവീനറായത് 10 ചാപ്റ്ററാണ്. അവരാണ് ഈ കോഡ് നിശ്ചയിക്കുന്നത്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിലും പുതിയ പ്രോഡക്റ്റുകൾ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റുകൾ ഞാൻ വന്നിട്ട് ബിൽഡിംഗ് പ്രോഡക്റ്റുകൾ ഇവിടെ ചെയ്യുകയാണ്. എനിക്ക് പഠിക്കാൻ പറ്റി അതിനെക്കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു ആക്ച്വലി. IIT MESSIA സ്ട്രക്ചർ റിസർച്ച് സെൻ്ററൊക്കെ ആയിട്ട് ചേർന്ന് അങ്ങനെ എനിക്ക് അതിൻ്റെ പ്രസൻറ്റേഷനുമായിട്ട് വന്ന് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഫെഡോയിലൊക്കെ ഞാൻ പോയി അതിൻ്റെ പ്രസൻറ്റേഷൻസും ക്ലാസ്സുകളും ഞാൻ ചെയ്യാം. അത് മാറുകയാണ്. ഞാൻ വേറൊരു തരത്തിലേക്ക് ആക്ടർ ബിക്കം ആക്ച്വലി ടെക്നോക്രാറ്റായിട്ട് മാറുകയാണ്. ഡിഫറെൻ്റ് എൻ്റെ ലീപ്പാണത്. ഈ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് അപ്പം എഫക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു പേഴ്സണലി? ഹ്യൂമൻ ബീയിങ് ഈസ് പോസിബിൾ. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഒറ്റ സിമ്പിൾ കാര്യം. പണ്ട് ഇവിടെ ഗോതമ്പില്ലായിരുന്നു, ചപ്പാത്തി ഇല്ലായിരുന്നു, മനസ്സിലായോ? നമ്മൾ പെട്ടെന്നാണ് വന്നിട്ട് അരിയുടെ ക്ഷാമം വന്നപ്പോഴാണ് ഗോതമ്പുകൾ വരികയും ഗോതമ്പ് ദോശ എന്ന് പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ വരികയും ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ ഇവിടെ പഠിക്കുകയും ചെയ്ത്. നമ്മളിപ്പോൾ വന്നിട്ട് ചപ്പാത്തി വന്നിട്ട് നമുക്ക് യൂഷ്വലായിട്ട് ആയില്ലേ. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും മലയാളി എന്താണ് അതിനനുസരിച്ചിട്ട് അവൻ മാറും. അവൻ മൂളിപ്പോയാലും ചന്ദ്രനിൽ പോയാലും ചന്ദ്രൻ്റെ രീതിയിലേക്ക് അനുസരിച്ചിട്ട് അവൻ മാറും. അപ്പോൾ അഡാപ്റ്റേഷൻ ഹ്യൂമൻ ബീയിങ്ങിന് പോസിബിളാണ്. അത് നമ്മൾക്ക് പ്രത്യേകിച്ചും. അപ്പം എന്നെക്കൊണ്ട് അത് ഈസി ആയിട്ട് മാറും. അത് ആരെ കൊണ്ടും പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. അത് ഒരു ഷിഫ്റ്റ് അല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ ബേസ് എന്താണ്? സിനിമയാണ്.
ആ സിനിമ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അതിലൂടെയാണ് ഞാൻ ആർട്ടിലൂടെയാണ് എല്ലാം പഠിച്ചു വന്നത്. സോ എൻ്റെ സബ്ജക്റ്റും ദൃശ്യഭാഷ സാക്ഷരതയായി, വിഷ്വൽ ലിറ്ററസിയായി, ഇമേജ് ബേസ്ഡായി. ഞാൻ അതിലൂടെയാണ് എല്ലാത്തിനെയും കണ്ടേക്കണത്. എല്ലാത്തിനെയും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി. ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയും നമ്മൾ ഇമേജിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൈ ആക്ച്വലി ദാറ്റ് വാസ് മൈ സ്റ്റെപ്പ് ഇൻ ടു വിഷ്വൽ ലിറ്ററസി പ്രോജക്റ്റ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആദ്യം ചെയ്തത് സിനിമയുടെ ക്ലാസ് എടുക്കാനാണ്. എനിക്ക് തോന്നുന്നത് 2000-ലാണ് ഞാൻ POC സിനിമയുടെ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ സിനിമയുടെ ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ വലിയ ലൈബ്രറി ഉണ്ട്. ഞാൻ സിനിമയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയും. ആ സമയത്ത് ഞാൻ ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പള്ളികൾ, കോതാട് പള്ളി, അങ്ങനെ പല പള്ളികളും ഞാൻ ചെയ്യുന്നുണ്ട്, കണ്ണമാലി പള്ളിയെല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ അച്ഛന്മാരെ പ്രീസ്റ്റുമായിട്ടുള്ള ബന്ധം വരികയും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് 2000-ൽ ഞാൻ ലൈറ്റിങ്ങിൻ്റെ ഈ സിംഗിങ് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഹ്യൂജ് പ്രോജക്റ്റ് CSC ചെയ്തായിരുന്നു. അതിൻ്റെ ലൈറ്റിംഗ് എന്നെ ഏൽപ്പിച്ചായിരുന്നു വന്നിട്ടുള്ള. ബിക്കോസ് ഞാൻ സിനിമയിൽ നിന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു ലൈറ്റിങ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ അപ്പോൾ പടിയറ പിതാവിൻ്റെ മരണം ഉണ്ടാകുന്നു. പടിയറ പിതാവിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്ററി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ടെലിവിഷനിൽ വന്നിട്ട് സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെലിവിഷൻ ഈ ക്വസ്റ്റ്യൻ ബേസ്ഡ് പ്രോഗ്രാമുകൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമായിരുന്നു. 2000-ൽ തന്നെ ഞാൻ കുരിശിൻ്റെ വഴി വന്നിട്ട് മോഹൻലാലൊക്കെയാണ് അതിനകത്ത് കമൻറ്റ് വന്നേക്കണത്. വർക്കി പിതാവായിരുന്നു അതിൻ്റെ മെയിൻ കമൻറ്റേറ്റർ. വിഷ്വൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു അനാക്ട്മെൻറ്റ് ചെയ്തായിരുന്നു, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ടെലിവിഷനിൽ മാത്രമാണ് ചെയ്തിരുന്നത് എന്നുള്ളത്. അങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാമുകൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുമൊക്കെ ഞാൻ സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്തത് സിനിമയിലൂടെ തന്നെയാണ്, ആർട്ടിലൂടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വിഷ്വൽ ലിറ്ററസി ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരുന്നു. ഞാൻ അതിനെല്ലാം ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അങ്ങനെ എവറി ഫോം, ഷേപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ഞാൻ ആകർഷണമാകും. ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഞാൻ 2005-ൽ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുകയാണ്, ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുകയാണ്. നല്ല സപ്പോർട്ട് കിട്ടി. ദെൻ ഷോർട്ട് ഫിലിമുകൾ, അങ്ങനെ പല പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടാണ് ഞാനിതിലേക്ക് പോയത്.